സ്വാഗതം. കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി നടത്തിയ ടെക്നോളജി കോൺക്ലേവിലൂടെ ഇന്ത്യയിലെ മുൻനിര ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നുമായി 180 സാങ്കേതിക വിദ്യകൾ കുടുംബശ്രീ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇവ ഉപയോഗിച്ച് ആദ്യഘട്ടത്തിൽ നിർമ്മിച്ച മികച്ച ഗുണനിലവാരമുള്ള 30 ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഗ്ലോബൽ ലോഞ്ച് നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 150 ഉൽപ്പന്നങ്ങളിൽ കൂടി അടുത്ത ഘട്ടത്തിൽ വിപണിയിൽ ഇറക്കാൻ കഴിയും. കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകൾ കൃഷി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നത്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, UK, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്ന് ഇതിനകം ഈ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് താൽപ്പര്യം അറിയിച്ചിരിക്കുകയാണ്. കുടുംബശ്രീക്ക് ആഗോള വിപണിയിലേക്കുള്ള കവാടങ്ങൾ തുറന്നു കിട്ടുന്നതിന് ഇത് ഉപകരിക്കുന്നതാണ്. കൂടാതെ വനിതാ സംരംഭകർക്ക് മികച്ച വരുമാനവും ഒപ്പം സ്ത്രീകൾക്ക് തൊഴിലവസരവും ലഭ്യമാക്കാനുള്ള വലിയൊരു കുതിപ്പിന് കുടുംബശ്രീ തുടക്കം കുറിക്കുകയും ചെയ്യുന്നുണ്ട്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ പ്രചാരവും വിതരണവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മാർക്കറ്റിംഗ് വിതരണ ശൃംഖലയ്ക്ക് കുടുംബശ്രീ ലക്ഷ്യമിടുകയാണ്. സംസ്ഥാനത്തുടനീളമുള്ള വെയർഹൗസുകൾ, പ്രോഡക്റ്റ് ബ്രാൻഡിംഗ് ഡിസ്ട്രിബ്യൂട്ടർമാരുമുള്ള ബന്ധം എന്നിവയിലൂന്നിയായിരിക്കും പ്രവർത്തനം. ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള ഫുൾഫിൽമെൻറ്റ് സെൻ്ററുകൾ സ്ഥാപിക്കുകയും അവ ഉൽപ്പാദകരെയും ഡിസ്ട്രിബ്യൂട്ടർമാരെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. ഇതിനായി കേരള ബഡ്ജറ്റിൽ 22.27 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ സംസ്ഥാനമാകെ വ്യാപിക്കുവാൻ സർക്കാർ പിന്തുണ നൽകുന്നതാണ്. ഇതിനൊപ്പം പ്രാദേശിക തലത്തിൽ കമ്മ്യൂണിറ്റി കിച്ചണുകൾ വ്യാപകമാക്കുന്ന പദ്ധതിക്ക് സർക്കാർ പിന്തുണയും നൽകുന്നുണ്ട്. പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങളുടെ ശാസ്ത്രീയമായ സംസ്കരണത്തിലൂടെ പ്രീമിയം ബ്രാൻഡുകളായി മാറ്റുന്നതിനും കുടുംബശ്രീ അംഗങ്ങൾക്ക് ആഗോള വിപണിയിൽ മത്സരിക്കാൻ തക്കവണ്ണമുള്ള സാങ്കേതിക പരിശീലനം നൽകുന്നതിനും ഈ പദ്ധതി മുൻഗണന നൽകുകയാണ്. സ്വകാര്യ പങ്കാളിത്തത്തോടെയും സ്റ്റാർട്ടപ്പുകളുടെ സഹായത്തോടെയും നടപ്പിലാക്കുന്ന പദ്ധതിക്കായി 10 കോടി രൂപ കേരള ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. മികച്ച വരുമാനവും മാന്യമായ തൊഴിൽ സാഹചര്യവും സ്ത്രീകൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ ഒരുക്കുന്നതിന് ഇത് സാധിക്കുന്നതാണ്. സൂക്ഷ്മ സംരംഭങ്ങൾ, പ്രാദേശിക സാമ്പത്തിക വികസനം, മൈക്രോ ഫിനാൻസ്, ഉപജീവന പ്രവർത്തനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി കുടുംബശ്രീയുടെ ബഡ്ജറ്റ് വിഹിതം 275 കോടി രൂപയായി കേരള ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഗുണമേന്മയുള്ള ചിക്കൻ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേരള ചിക്കൻ പദ്ധതി വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതാണ്.